ആകെ ഒരു ബോൾട്ടും ഒരു ചുറ്റികയും ഉപയോഗിച്ചുകൊണ്ട് ഈ എഞ്ചിന്റെ ഭാഗം നന്നാക്കിയതിന് $20,000 രൂപയോ. ഇതെന്താണ് ഇത്രയും വില എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽ ഇൻവോയ്സ് ആവശ്യപ്പെട്ടു. അപ്പോൾ ഡീറ്റെയിൽ ഇൻവോയ്സ് ആയിട്ട് ഈ എഞ്ചിനീയർ എഴുതി കൊടുത്തത് ഇങ്ങനെയാണ്: എന്റെ ഹാമറിനും നട്ടിന്റെയും വില $2. പക്ഷേ ആ ഹാമറും നട്ടും ബോൾട്ടും എവിടെ ഉപയോഗിക്കണം എന്നുള്ള എന്റെ ബോധ്യത്തിനും അത് 1.5 മണിക്കൂർ കൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞ എന്റെ പ്രാവീണ്യത്തിനും ഞാനിട്ടിരിക്കുന്ന വില $19,998 ആണ്. അതെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഇലക്ട്രീഷ്യന്മാരുടെ അവസ്ഥ. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് നോളേജ് അക്വയർ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടാവും, ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടാവും. എന്നാൽ പല ആളുകളും ഇതിനനുസൃതമായുള്ള വേതനം തരാൻ മടി കാണിക്കുന്നു ഇന്നത്തെ കാലത്ത്. നിങ്ങൾ ഇലക്ട്രീഷ്യന്മാർ മനസ്സിലാക്കേണ്ടത്, നമ്മളെടുക്കുന്ന റിസ്കിന്, നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള നോളജിന്, നമ്മുടെ വാല്യൂസിന്, നമ്മുടെ ടൂൾസിന് അനുസൃതമായ ചാർജ് വാങ്ങിക്കാനും അതുവഴി നമ്മുടെ തൊഴിൽ സാഹചര്യം, ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും നമ്മൾ ശ്രമിക്കുക. അതല്ലാണ്ട് ഈ ഒരു തൊഴിൽ ഒരാൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സൗജന്യമായി ചെയ്തു കൊടുക്കേണ്ട, കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന ജോലി അത്രത്തോളം റിസ്ക് ഉള്ളതാണ്, അത്രത്തോളം നോളജ് വേണ്ടതാണ്, അത്രത്തോളം സ്കില്ല് വേണ്ടതാണ്. അതുപോലെ ജനങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു സർവീസ് അത്ര വാല്യൂ ഉള്ളതാണ്. ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.